ഒരു ട്രെയിൻ യാത്രയാണേ. പല പല കാര്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്തവർ ആ ട്രെയിനിലുണ്ട്. ഒരു കമ്പാർട്ട്മെന്റ് നിറയെ യാത്രക്കാരാ. അപ്പോൾ ഈ ട്രെയിനിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന ഒരു 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവൻ വിളിച്ചു പറയുന്നുണ്ട്, അച്ഛാ നോക്കൂ, മരങ്ങൾ പിന്നിലേക്ക് പോകുന്നത് കാണുന്നുണ്ടോ എന്ന്. അപ്പൊ അച്ഛൻ ഒന്ന് ചിരിച്ചു. വീണ്ടും, അച്ഛാ നോക്ക്, പുഴകളും മലകളും ഒക്കെ പെട്ടെന്ന് ചെറുതായി പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് തൊട്ടടുത്തിരുന്ന ഒരു യുവദമ്പതികൾ 24 വയസ്സുകാരൻ്റെ ഈ പെരുമാറ്റത്തെ വളരെ സഹതാപത്തോടു കൂടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞു, അച്ഛാ നോക്കൂ, മേഘങ്ങൾ നമ്മുടെ കൂടെ ഓടുന്നത്. ഇതൊക്കെ കണ്ട ആ ദമ്പതികൾ ആ ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ നല്ലൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാത്തത് എന്താണെന്ന്. അപ്പോൾ ആ 24 വയസ്സുകാരൻ്റെ അച്ഛൻ, അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോയിരുന്നു, ഞങ്ങൾ ആശുപത്രിയിൽ നിന്നും വരുന്ന വഴിയാണ്. എൻ്റെ മകൻ ജന്മനാ അന്ധനായിരുന്നു, ഇന്നാണ് അവന് കാഴ്ച ലഭിച്ചത് എന്ന്. ശരിക്കും ആ ചെറുപ്പക്കാരൻ്റെ ആദ്യ കാഴ്ചയുടെ നിമിഷങ്ങളായിരുന്നു അത്. മറ്റുള്ളവർക്ക് ബാലിശമെന്ന് തോന്നാം, അതല്ലെങ്കിൽ അനാവശ്യമെന്ന് ചിന്തിക്കുന്ന ചെറിയ സംഗതി പോലും ആ ചെറുപ്പക്കാരന് അത് അത്രയും വലിയ കാര്യമാകാം അല്ലേ. അവിടെ നമ്മുടെ മുൻവിധികളാകാം, അതല്ലെങ്കിൽ വിലയിരുത്തലുകളാകാം, പക്ഷേ അതൊക്കെ ശരിയാകണമെന്നില്ല. അമേരിക്കൻ എഴുത്തുകാരനായ വില്യം ഹാസ്ലിക് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത്, മുൻവിധി എന്ന് പറയുന്നത് അജ്ഞതയുടെ സന്തതിയാണെന്ന്. ശരിയല്ലേ? ഈ ഭൂമിയിലെ ഓരോ വ്യക്തിക്കും ഓരോരോ കഥ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ ശരിക്കും അറിയുന്നതിന് മുൻപ് അവരെ വിലയിരുത്തുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. കാരണം സത്യം നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് മുതലെങ്കിലും, ഇന്നലെ വരെ നമ്മൾക്ക് എങ്ങനെയോ ആവട്ടെ, പക്ഷേ ഇന്ന് മുതലെങ്കിലും നമുക്ക് ഒരാളെ സമീപിക്കുമ്പോൾ, ഒരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ, ഒരിടത്തേക്ക് പോകുമ്പോൾ മുൻവിധികൾ വേണ്ട അല്ലേ. വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാം. മുൻവിധിയോടെ നമ്മൾ ഒരു കാര്യത്തെ സമീപിച്ചാലേ അത് പലപ്പോഴും ചെന്ന് പരാജയത്തിലേ വീഴത്തുള്ളൂ.